കണ്ണൂസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കുഞ്ഞു ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സനയും സപ്നയും ഭദ്രയും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വൈകിട്ടാണ് ഞങ്ങൾ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബലൂൺ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് മഞ്ഞയും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഒരു യെല്ലോ തീമാണ് കണ്ണൂസിൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്നതെന്ന് തോന്നി. അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. കല്യാണി ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കണുണ്ടായിരുന്നേ. ബലൂണൊക്കെ കണ്ടപ്പോൾ ആൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഭദ്രയും സപ്നയും സനയും കൂടെ ഡെക്കറേഷൻസ് ഒക്കെ ഫുള്ളി അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഹാപ്പി ബർത്ത്ഡേ ഒരു ബാനറൊക്കെ വെച്ചു. അങ്ങനെ ഒരു ആർച്ച് പോലെ ബലൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും മണിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നേ. ഈ സമയത്ത് ഇവിടെ തന്നെ എൻ്റെ അടുക്കളയിലെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിക്കുള്ള ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഫസ്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലടയൊക്കെ ഒന്ന് വരട്ടി വെച്ചതിന് ശേഷം പായസമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ ചിക്കനും ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പമാണ് കേട്ടോ ഫുഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും കുഞ്ഞേരെ അവിടെ നിന്നും പിന്നെ ഞങ്ങളുടെ തൊട്ട് അയൽപക്കങ്ങളുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂസിന് ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു എന്തോന്ന് പറയുക ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് പൊട്ടിച്ചപ്പോഴേ കണ്ണൂസ് ഭയങ്കര ഹാപ്പിയായി. കാരണം കണ്ണൂസിൻ്റെ കുറേ കുഞ്ഞിലത്തെ ഫോട്ടോ തൊട്ടുള്ള ഫോട്ടോകളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഇല്ലായിരുന്നു കണ്ണൂസിൻ്റെ. അപ്പോൾ കണ്ണൂസിന് കണ്ടപ്പോൾ ഒരുപാട് അങ്ങ് സന്തോഷമായി കേട്ടോ. എനിക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞിലെ തൊട്ടുള്ള കണ്ണൂസിൻ്റെ എല്ലാ ഫോട്ടോയും ചേർത്തിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കിട്ടിയ സമയമായപ്പോഴത്തേക്കും കേക്കൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെ പിള്ളേർ സെറ്റുകളൊക്കെ ഒരുമിച്ച് നിർത്തി ഞങ്ങൾ കേക്ക് കെട്ടിയാനുള്ള പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർവതീശയും കുഞ്ഞി അതുപോലെ ഭദ്രയും രാജേഷേനും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സെറ്റായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്തപ്പോഴേ കണ്ണൂസിന് ഒരുപാട് അങ്ങ് ഹാപ്പിയായി. എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ തന്നെ കണ്ണൂസിൻ്റെ മുഖത്ത് ആ ചിരി കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് അങ്ങ് സന്തോഷമായി കേട്ടോ. പിന്നെ അവൾ മിസ് ചെയ്യണ കുറച്ച് പേരുണ്ട്, എന്നാലും അവൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ കണ്ണൂസിന് ഞാൻ കേക്കൊക്കെ എടുത്ത് വായിലൊക്കെ വെച്ച് കൊടുത്തു. ബാക്കി കേക്കിനൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അവിടെ വെച്ചിരുന്നാൽ പിന്നെ കണ്ണൂസ് എന്നെ കൈവച്ച് മൊത്തത്തിൽ നാശക്കോട്ടയാക്കും. പിന്നെ അവൾ എനിക്ക് കേക്ക് തന്നതിന് ശേഷം അവൾ അച്ഛനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചേട്ടനാണ് വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ വേണ്ടുന്നുള്ളവർക്ക് വെജിറ്റേറിയനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ വെജ് വേണ്ടുന്നുള്ളവർക്ക് നോൺ വെജും അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മുറിയിലും എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ അടുക്കളയിൽ വന്ന് ചേട്ടനും കൂടെ സഹായത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞു. വീടൊക്കെ തൂത്തുവാരി ക്ലീൻ ചെയ്ത ശേഷം നമ്മളെ കണ്ണൂസ് കുഞ്ഞേച്ചി വാങ്ങിച്ചോത്തെ ഡ്രസ്സിട്ട് കുറച്ച് ഷോയൊക്കെ കാണിക്കുകയാണ്. പിന്നെ കണ്ണൂസിൻ്റെ സ്കൂളിൽ നിന്നും കണ്ണൂസിന് എല്ലാ വർഷവും ഗിഫ്റ്റ് കിട്ടും കേട്ടോ. ഈ വർഷം കിട്ടിയത് ബോക്സാണ്. അപ്പോൾ പ്രിൻസിപ്പൽ മാഡം ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോയും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂസിൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുഞ്ഞു വിശേഷം.